രാജ്യത്തെ സമുദ്രാതിർത്തികൾക്ക് കാവൽ നിന്ന് കവചം തീർക്കുന്ന പോരാളികൾ, കടൽ മാർഗം തീരത്തെടുക്കുന്ന വിപത്തുകളെ ചെറുത്ത് ആഴക്കടലിൽ താഴ്ത്തുന്നവർ, ദ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്സ്. 49ാമത് ദേശീയ തീരസംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് സേനാസ്ഥാനമായ കൊച്ചിയിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. രക്ഷാപ്രവർത്തനം, മലിനീകരണം തടയുക, കള്ളക്കടത്ത്, മനുഷ്യക്കടത്ത്, ലഹരിമരുന്ന് കടത്ത് തുടങ്ങി കടൽ മാർഗമെത്തുന്ന വിപത്തുകളെ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെ നേരിടുമെന്ന് കാണിച്ചു തരുന്നതായിരുന്നു മോക്ക് ഡ്രിൽ. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളായ സമർത്ഥ്, സക്ഷാം, ആൻവേഷ്, അഭിനവ് എന്നിവയ്ക്ക് പുറമെ C-410, C-162, AB ഊർജ്ജപ്രവാഹ, ഡോണിയർ, ചേതക് തുടങ്ങിയ എയർക്രാഫ്റ്റും പരിപാടിയുടെ ഭാഗമായിരുന്നു. ICGS സമർത്ഥ് കപ്പലിലായിരുന്നു അതിഥികളെ വഹിച്ചത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആയിരുന്നു വിശിഷ്ടാതിഥി. അഭ്യാസ പ്രകടനങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതിന് പുറമെ സേനയുടെ സല്യൂട്ടും അദ്ദേഹം സ്വീകരിച്ചു. തീരസംരക്ഷണ സേനയുടെ മഹത്തായ പ്രവർത്തനങ്ങൾ എല്ലാവരും അറിയണമെന്ന് സേനയെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. We have traveled deep into the sea. We have seen this particular vessel and this vessel and as well as other vessels, how the Coast Guard and their personnel, their dedicated soldiers are guarding us day and night. That is what we have seen experience. സേവനത്തിന്റെ 49 വർഷം പൂർത്തിയാക്കുന്ന തീരത്തെ പോരാളികൾക്ക് ബിഗ് സല്യൂട്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, ഈ വെള്ളക്കുപ്പായക്കാർ ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഈ തീരം അവരുടെ കയ്യിൽ സുരക്ഷിതമെന്ന്. ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കടലോലമല്ല, വാനോളമാണ്. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം സ്നേഹ മൊലൈന, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.